ഇജ്ജെന്റെ മോളാ, എന്റെ ഉമ്മ അല്ല. എന്ത് ഐസ്ക്രീം ഒക്കെ ആണെന്ന് പറഞ്ഞ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബിസ്കോഫിന്റെ ചീസ് കേക്ക് ആണ്. ചീസ് കേക്ക് ആണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആള് കഴിക്കത്തില്ല. യോഗേട്ട് മോക്ക് പൊതുവേ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇത് ചീസ് കേക്ക് ആണ് യോഗേട്ട് വെച്ച് ചെയ്തതാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഏക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഐസ്ക്രീം ആന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ എന്തായാലും അത് ഏറ്റു. ആളിന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എന്തായാലും ചീസ് കേക്കിന്റെ റെസിപ്പി എന്തായാലും പറയണ്ടല്ലോ. നമ്മൾ ഇതാക്കിയിട്ട് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് ബിസ്കോഫിന്റെ തന്നെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തതാണ് ഞാൻ. ആ ഒരു ഹൈപ്പിന്റെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും ഓക്കെ ഓക്കെ ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് ഒരു ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്നാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്ക് ആണ്. നമ്മളിപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നും ഇല്ല. ഒരു 3 to 4 hours മാക്സിമം വെച്ചെടുത്താലും നമുക്ക് സെയിം ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. ഇപ്പൊ മനസ്സിലാവും ആദ്യത്തെ ആ ഒരു ഡയലോഗ് എന്തിനെ ബേസ് ചെയ്താണോ എന്ന് പറഞ്ഞേന്നുള്ളതേ. ഇത് നല്ല പോലത്തെയാ, നല്ല പോലെ നടച്ചിരിക്കും. അത് ശരി. അപ്പൊ തലപ്പ് അല്ലേ അമ്മക്ക് വലുത് കൊടുക്കട്ടെ, പൊന്നു കുഞ്ഞ്. അന്റെ പേര് മറിയുന്ന അല്ല, കുഞ്ഞുമോളെന്നല്ല കേട്ടാ. ഇജ്ജെന്റെ മോളാ, എന്റെ ഉമ്മ അല്ല. ഇങ്ങനെ ഉണ്ടോ?